ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഞാനപ്പോൾ കാർഡ്സ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഓണം വിഷസ്. ഓക്കെ, ഇന്ന് അത്തമാണ്, 10 ദിവസം കഴിഞ്ഞാൽ തിരുവോണമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ എനർജീസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ വന്നേക്കുന്നത് നമ്പർ 12 ഹാങ്ഡ് മാൻ ആണ്. ഓക്കെ, പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി, 10 ഓഫ് സോഡ്സിൻ്റെ എനർജി, ജഡ്ജ്മെൻറ്റ്, അതുപോലെ തന്നെ 5 ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ മൾട്ടി ടാസ്കിങ് ആയിരിക്കാം, ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെ ആ ഒരു ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, വ്യക്തത ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് സെൽഫ്ലെസ് ആയിട്ട് നിങ്ങളുടെ എനർജി കളഞ്ഞിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ആ സാഹചര്യങ്ങളിൽ കുറച്ചൊന്ന് പോസ് എടുക്കാനായിട്ട്, കുറച്ചൊന്ന് നിങ്ങളുടെ എനർജി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് കാഴ്ചപ്പാടിൻ്റെ എനർജിയാണ്, അതായത് പെർസ്പെക്റ്റീവിൻ്റെ എനർജിയാണ്. ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിനെ ഡിഫറെൻറ്റ് വ്യൂവിൽ നിന്നിട്ട്, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ഷൂയിൽ നിന്നിട്ട് കുറച്ചൊന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. അപ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം, അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയും വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എനർജി കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ജഡ്ജ്മെൻ്റലായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം മറ്റുള്ളവരോട്. അത് ചിലപ്പോൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി ആയിരിക്കും. അപ്പോൾ അതും നിങ്ങളെ കുറച്ചൊന്ന് സമാധാനമായിട്ട് നിങ്ങളുടെ എനർജി ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുന്നേ ആയിട്ട്, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു എനർജി ഇവിടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഈ ഒരു എനർജി ഇവിടെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓവറായിട്ടുള്ള ആ ഒരു ജഡ്ജ്മെൻ്റൽ എനർജി നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. അതിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പേജ് ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ 10 ഓഫ് വോൺസിൻ്റെ എനർജിയിൽ കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സൈക്കിൾ എൻഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ടാകാം, വളർച്ച വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, പല മേഖലയിൽ നിന്നിട്ട് ഒത്തിരി പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. കുറച്ച് പേർക്ക് ഹോം റിട്ടേൺ ആയിരിക്കാം, ഫാമിലിയിലോട്ട് റിട്ടേൺ ആയിട്ട് വരാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലി വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം, ആ ഒരു ഫാമിലി പാരൻസിനെ വിസിറ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ലൈഫിലും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് സംഭവിക്കുന്നുണ്ടാകാം ഈ ഒരു ദിവസം വന്നിട്ട്. അവരിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സ്, എന്തെങ്കിലുമൊക്കെ അവരുമായിട്ടുള്ള ക്വാളിറ്റി ടൈം കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 5 ഓഫ് വോൺസിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ വർക്കിൽ ഒത്തിരി ജലസിയുടെ എനർജി, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എനർജി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന്, അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഹെൽത്തി കോമ്പറ്റീഷൻ നല്ലതാണ്. അതിര് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ ചില എനർജീസ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം, മുന്നോട്ട് പോകാനായിട്ട് ഒരു ബോർഡത്തിൻ്റെ എനർജി. ഓക്കെ, അത് നിങ്ങളെ ഒത്തിരി
ലോ വൈബ്രേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഫൺ ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളോട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഓണം വിഷസ്. ഇന്ന് അത്തമാണ്, 10 ദിവസം കഴിഞ്ഞാൽ തിരുവോണമാണ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം സെലിബ്രേഷന് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കാർഡ്സ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ലാക്ക്, വറി, അസിസ്റ്റൻസിൻ്റെ എനർജിയാണ്. Knight of Cups, 4 of Swords in the energy, Queen of Pentacles, അതുപോലെ തന്നെ Ace of Swords in the energy. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പറയുന്ന വാക്കുകളായിക്കോട്ടെ, പ്രവൃത്തികളായിക്കോട്ടെ, നിങ്ങളോട് തന്നെ പറയുന്ന എനർജി ആയിക്കോട്ടെ, അതെല്ലാം പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയാനായിട്ടാണ് ഒരു ഗൈഡൻസ് ആയിട്ട് ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൽ ലാക്കിൻ്റെ എനർജിയാണ്. എനിക്ക് കുറവുകളുണ്ട്. ഓക്കെ, മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആകാനായിട്ട് സാധിക്കുന്നില്ല. തെറപ്പി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, പക്ഷേ അതിനോട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഒരു എനർജി ലഭിക്കുന്നില്ല. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ടായിരിക്കാം. ഓക്കെ, വർക്ക് സ്പേസിലാണെങ്കിൽ കൊളീഗ്സ് ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ എനർജി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. പ്രേയേഴ്സ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് അതുപോലെ തന്നെ 4 ഓഫ് സോഡ്സിൽ വന്നിട്ട് കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഹീലിംഗ് എനർജി കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. കുറച്ചും കൂടെ ഒരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതായത് നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ടാകാം, ഒത്തിരി നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഫൈനലി കുറച്ച് പേര് എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് ആ ഒരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു റെസിസ്റ്റൻസ്, എല്ലാത്തിനോടും നോ പറയുക, അല്ലെങ്കിൽ ദേഷ്യം, ആങ്കർ, അതെല്ലാം കുറച്ചൊന്ന് ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ആ ഒരു സറണ്ടർ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്തായാലും നിങ്ങൾക്ക് തന്നെ ലഭിക്കും. ഓക്കെ, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിലും എനിക്ക് കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിലേഷൻഷിപ്സ്, കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പൈസയുടെ ഡീലിങ്സ് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. കുറച്ചൊന്ന് ആ ഒരു മണി മാനേജ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് എത്ര വരവുണ്ട്, എത്ര ചിലവ് ആകുന്നുണ്ട്, ഓക്കെ, അത് കുറച്ചൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിർത്താനായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു ഐഡിയ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. കുറച്ച് പേർക്ക് ഈ ഒരു ലാക്ക് വന്നിട്ട് നിങ്ങളുടെ ഡ്രീംസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഡ്രീംസിനെ കുറിച്ചിട്ടുള്ള ആവലാതിയായിരിക്കാം. എൻ്റെ വിഷസ് എപ്പോൾ ഫുൾഫില്ലായിട്ട് വരും, ഓക്കെ, എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്കെപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഗെയിൻ സറണ്ടർ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പീസ്ഫുള്ളി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇമോഷണലി വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാതിരിക്കാനായിട്ടും ശ്രമിക്കുക. നിങ്ങളുടെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി, അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് പ്രായോഗികമായിട്ട് നിങ്ങൾ ആ ഒരു എനർജി കൊടുത്തിട്ട് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് റിസീവ് ആകുന്നുണ്ടാകാം, പോസിറ്റീവായിട്ടുള്ള ഓഫേഴ്സ് വരുന്നുണ്ടാകാം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിന് ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുതരാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര്
പുണ്യസ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാനായിട്ട്, ഹൈ വൈബ്രേഷനുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അവിടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് പ്രയേഴ്സിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ബാലൻസ്ഡ് ആക്കി നിർത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേര് ഈ ഒരു 4 ഓഫ് സോഡ്സിൽ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചിട്ട് കണ്ടംപ്ലേറ്റ് ചെയ്യുന്നതായിട്ട്, ഒന്ന് റീതിങ്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഞാൻ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യേണ്ടത്, എന്ത് എനർജിയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അതിൽ കുറച്ചൊരു എന്താ പറയുക റീതിങ്ക് ചെയ്യുന്നതായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസ് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടാകാം, അത് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ പറയുന്നത് കുറച്ചൊന്ന് പീസ്ഫുള്ളി നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, ഓൾ ഇസ് വെൽ, ആ ഒരു എനർജിയിലിരിക്കുക. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.